അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ മടങ്ങിയെത്തിയതിനു പിന്നാലെ കോൺഗ്രസിൽ പുതിയ വിവാദം. ഇന്ദിരാഭവനിലെ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിൽ MM ഹസൻ പങ്കെടുത്തില്ല. ഹസന്റെ സാന്നിധ്യം ആവശ്യമായിരുന്നുവെന്നും ചുമതല കൈമാറാൻ വൈകിയത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യുമെന്നും കെ സുധാകരൻ പറഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയെ വീട്ടിലെത്തി കണ്ട ശേഷമാണ് ഇന്ദിരാഭവനിലെത്തിയത്. KPCC ആസ്ഥാനത്ത് പ്രവർത്തകരുടെ ആവേശമായ വരവേൽപ്പ്. ചുമതലയേറ്റെടുത്തതിന് പിന്നാലെ ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസന്റെ അസാന്നിധ്യത്തിലെ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ടായിരുന്നു തുടക്കം. ഹസൻ പ്രസിഡന്റായിരിക്കെ തീരുമാനങ്ങളിൽ കൂടിയാലോചന നടത്തിയിട്ടില്ലെന്നും സുധാകരൻ തുറന്നടിച്ചു. ഹസന്റെ ഒരു സാന്നിധ്യം ആവശ്യമില്ല എന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാകും. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് ആവശ്യമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. കൂടിയാലോചന നടന്നില്ല. ആ കൂടിയാലോചന നടത്താത്തത് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നമ്മൾ തീരുമാനമെടുക്കുന്നു. മടങ്ങിവരവ് തടയാൻ പാർട്ടിക്കുള്ളിൽ ശ്രമങ്ങൾ നടന്നിരുന്നുവെന്ന ചോദ്യത്തിന് അങ്ങനെ കരുതുന്നില്ലെന്ന മറുപടി. തന്നെ അങ്ങനെയൊന്നും പറഞ്ഞുവിടാൻ പറ്റില്ലെന്നും സുധാകരന്റെ ഒളിയമ്പ്. ഹൈക്കമാൻഡ് മറിച്ചൊരു തീരുമാനമെടുത്തില്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലും താൻ തന്നെ പാർട്ടിയെ നയിക്കുമെന്നും സുധാകരൻ. ഹസന് ചുമതല നൽകിയത് തിരഞ്ഞെടുപ്പായതിനാൽ മാത്രമെന്ന KC വേണുഗോപാൽ. എല്ലാവരും കൂടെ കൂട്ടായിരുന്നു തീരുമാനിച്ചപ്പോൾ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹസനെ ചുമതല ഏൽപ്പിച്ചത്. ആ ചുമതലയുള്ള ഓർഡർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇലക്ഷന് വേണ്ടി മാത്രമാണ് ആ ഓർഡർ. പാർട്ടിയിൽ നേതൃമാറ്റം വേണമെന്ന ഒരു വിഭാഗത്തിന്റെ മുറവിളിക്കിടെയാണ് സുധാകരന്റെ തിരിച്ചുവരവ്. ഹസനെടുത്ത തീരുമാനങ്ങൾ റദ്ദാക്കി മുന്നോട്ടു പോയാൽ പാർട്ടിയിൽ അതെങ്ങനെ പ്രതിഫലിക്കുമെന്നതും നിർണായകം. 24 തിരുവനന്തപുരം.